Hello dear students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പെരിമെൻറ്റ് നമ്പർ 5 ഫസ്റ്റ് പാർട്ടായ FCFS ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് എക്സ്പെരിമെൻറ്റ് നമ്പർ 5 സെക്കൻഡ് പാർട്ടായ SJF ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, SJF മീൻസ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. സോ അൽഗോരിതം ആൻഡ് ഇംപ്ലിമെൻഷൻ ഡിസ്കസ് ചെയ്യുന്ന മുന്നേ നമുക്ക് SJFനെ കുറിച്ച് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, so എന്താണ് SJF? SJF is also known as shortest job first, right? Shortest job first, or shortest job next, or shortest process next, or shortest next CPU burst. So SJF algorithm ഈ different namesൽ അറിയപ്പെടും. ഓക്കെ, നോർമലി നമ്മൾ SJFൻ്റെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് തന്നെയാണ്. ചിലപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദ സെയിം അൽഗോരിതം. ഓക്കെ, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആ ഒരു പേരിൽ തന്നെ മനസ്സിലാക്കാം. എന്താണ് ഷോർട്ടസ്റ്റ്, എങ്ങനെയാണ് ആ പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്? യെസ്, ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ്, അതായത് ഇനി അടുത്തത് ഏത് പ്രോസസ്സിനാണ് ഹാവിങ് ഷോർട്ടസ്റ്റ് ജോബ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം, നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈമുള്ള ഏത് പ്രോസസ്സാണ്, ആ പ്രോസസ്സിനായിരിക്കും വിൽ ബി സെലക്ടഡ് ഫസ്റ്റ്. Okay, so the key concept of this algorithm is that CPU is allocated to the process with least CPU burst time. So amongst the processes in the ready queue, the CPU is always assigned to the process with the least CPU burst requirement. അതായത് least CPU burst ഉള്ള ആൾക്കാണ് CPU assign ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് പ്രോസസ്സിന് with the same, okay, if the two processes are with the same CPU burst ആണെങ്കിൽ ആദ്യം വന്ന് ഏത് പ്രോസസ്സിനാണ് ആ പ്രോസസ്സിനായിരിക്കും CPU allocate ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പം ദ വൺ വിച്ച് ഫസ്റ്റ് അറൈവ്ഡ് വിൽ ബി ടേക്കൺ അപ്പ് ഫസ്റ്റ് ബൈ CPU. ഓക്കെ, ഇപ്പോൾ ഇനി രണ്ട് പ്രോസസ്സിനും ഇപ്പോൾ രണ്ട് പ്രോസസ്സിനും സെയിം CPU ബേസ്റ്റ് ആണെങ്കിലോ, സെയിം CPU ബേസ്റ്റ് ആണെങ്കിൽ FCFS അൽഗോരിതം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ദിസ് അൽഗോരിതം ക്യാൻ ബി ഐദർ പ്രിയംപ്റ്റീവ് ആൻഡ് നോൺ പ്രിയംപ്റ്റീവ്, രണ്ട് വേർഷൻ വരും. അപ്പോൾ നോർമലി SJF ഇസ് ദ നോൺ പ്രിയംപ്റ്റീവ് വേർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിയംപ്റ്റീവ് SJFനെ നമ്മൾ വേറൊരു പേര്, അല്ലെങ്കിൽ പ്രിയംപ്റ്റീവ് വേർഷൻ ഓഫ് SJF ഇസ് നോൺ ആസ് SRT ഓർ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഓക്കെ, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പോൾ SRTF എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയംപ്റ്റീവ് വേർഷൻ ഓഫ് SJFനെ പ്രിയംപ്റ്റീവ് വേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SRTF. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന SJF ആണ്, ദാറ്റ് ഈസ് നോൺ പ്രിയംപ്റ്റീവ് വേർഷൻ. സോ ഇറ്റ് ഈസ് എ ബെസ്റ്റ് അപ്രോച്ച് ടു മിനിമൈസ് ദ വെയിറ്റിംഗ് ടൈം. ഇനി what is the characteristics of SJF? It is helpful in batch operating where the waiting time for job completion is not critical. Okay, it improves the throughput of the process by ensuring that shorter jobs are executed first. നമ്മൾ ഇതൊരു FCFSൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പം ലോങ് ബേസ്റ്റ് ടൈം ഉള്ള ഒരു പ്രോസസ്സിന് ആദ്യം വരുവാണെങ്കിൽ ആ ഒരു ബേസ്റ്റ് ടൈമിനല്ലേ, ആ ഒരു പ്രോസസ്സിനല്ലേ ആദ്യം CPU അലോക്കേറ്റ് ചെയ്യുള്ളൂ ഇൻ കേസ് ഓഫ് FCFS. ബട്ട് ഇൻ SJF ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിന് ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വിടും. അപ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് ചെയ്തായിരിക്കും ഏറ്റവും കൂടിയ ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സ് ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്ര നേരം ബാക്കിയുള്ള ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സൊക്കെ വേഗം എക്സിക്യൂട്ട് ചെയ്ത് പോകും, അധികം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, so that is one advantage. Okay, that is one of the characteristics. അതുകൊണ്ട് so thereby throughput of the processes improves. Okay, and having a possibility of less turnaround time. What is the advantage of SJF? Advantage is average waiting time is less than the FCFS which compare ചെയ്യുമ്പം waiting time കുറവാണ്. Okay, for a particular set of processes SJF provides the lowest average waiting. So അത് തന്നെയാണ് വലിയൊരു അഡ്വാൻറ്റേജ്, വെയിറ്റിംഗ് ടൈം. ഓക്കെ, പിന്നെ what is the disadvantage? ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ SJF നീഡ്സ് എ നോളജ് ടു നോ ഹൗ ലോങ് എ പ്രോസസ് വിൽ റൺ. ബേസ്റ്റ് ടൈം നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അല്ലേ. എത്ര നേരം ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ ബേസ്റ്റ് ടൈം നീഡ്സ് ടു നോ.
then it is not easy to know the upcoming. Just CPU ന് ഇനി എത്ര എന്നുവെച്ചാൽ upcoming CPU request length അറിയാൻ ഈസി അല്ല. Okay. In SJF, it is necessary to record elapsed time resulting in more overhead the processor. നേരത്തെ എത്രയാണ് elapsed ആയിട്ടുള്ള ടൈം അതിന് റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ elapsed time റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും it results in overhead. So these are the some of the disadvantages of SJF. Okay. Now we can discuss one problem related to this SJF scheduling algorithm. That is, consider the following 4 processes with the length of the CPU burst given in millisecond. Calculate the average waiting time and average turnaround time. Okay. അപ്പം ഇതിൽ we are given 4 processes. Question തന്നിട്ടുണ്ട് P1, P2, P3, P4 and burst time is 6, 8, 7 and 3 respectively. ഇവിടെ എന്ത് തന്നിട്ടില്ല? അറൈവൽ ടൈം തന്നിട്ടില്ല. ഓക്കെ, അറൈവൽ ടൈം കൂടി തന്നിട്ടുണ്ടെങ്കിൽ we have to use this formula. ബട്ട് ഞാൻ ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് ഈ ഫോർമുല യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. കാരണം ഗാണ്ട് ചാർട്ടിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വെയിറ്റിംഗ് ടൈമും കംപ്ലീഷൻ ടൈമും. ബട്ട് വെയിറ്റിംഗ് ടൈം നമുക്ക് ചിലപ്പം വെയിറ്റിംഗ് ടൈം നമ്മൾ മേ ബി നിങ്ങൾക്ക് തെറ്റ് വരാം. കാരണം അതിൽ അറൈവൽ ടൈമും കൂടെ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കാരണം ടേൺ അറൗണ്ട് ടൈം ഇറ്റ്സ് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ അറൈവൽ ടൈമും കൂടെ ഇവിടെ മൈനസ് ചെയ്യണം, എന്നാലേ ടേൺ അറൗണ്ട് ടൈം കിട്ടത്തുള്ളൂ. ആ ടേൺ അറൗണ്ട് ടൈമിൽ നിന്നാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യുന്നത് ഗാണ്ട് ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ആണ് വെയിറ്റിംഗ് ടൈം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബട്ട് if arrival time of processes is given, we need to apply this formula. Okay, ഈ ഫോർമുല അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യണം. കാരണം ഈ കേസിൽ അറൈവൽ ടൈം എല്ലാം 0 അല്ലേ, അതുകൊണ്ട് ടേൺ അറൗണ്ട് ടൈം വിൽ ബി ഈക്വൽ ടു ദ കംപ്ലീഷൻ ടൈം. ഇവിടെ എന്ത് തന്നിട്ടില്ല? അറൈവൽ ടൈം തന്നിട്ടില്ല. സോ നമുക്ക് ഗാണ്ട് ചാർട്ടിൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ, ഓരോ പ്രോസസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ. ഓക്കേ, അപ്പം ഞാനിവിടെ നമുക്ക് നോക്കാം SJF അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യം ഏറ്റവും ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സ് ഏതാണ്? യെസ്, ഡെഫിനറ്റ്ലി P4 അല്ലേ. P4ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 3. സോ 0 മില്ലി സെക്കൻഡിൽ കയറിയിട്ട് 3 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും P4 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ആയിട്ടാണ് P1ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 6. 3 മില്ലി സെക്കൻഡിൽ കയറിയിട്ട് 6 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് P1 എന്ത് ചെയ്യും? ലീവ് ചെയ്യും. ഇനി അടുത്ത ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ആരുടെയാണ്? യെസ്, P3യുടെ ബേസ്റ്റ് ടൈം എത്ര? 7. സോ 9 + 7 എത്രയാണ്? 16. സോ 16 വരെ എക്സിക്യൂട്ട് ചെയ്ത് അതിന് പുറത്തിറങ്ങാം. ഇനി ആര് വരും? P2 അല്ലേ. P2 highest burst time is which process? P2 is having the highest burst time, so that process will execute last. So P2 having burst time 8. അപ്പോൾ 6 + 8 എത്രയാണ്? 24. അപ്പം P2 കൂടെ ലീവ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടി? ഗാണ്ട് ചാർട്ട് റെപ്രസെൻ്റ് ചെയ്തു നമ്മൾ. ഓക്കെ, ഗാണ്ട് ചാർട്ട് വരച്ചു. ഇനി ഈ ഗാണ്ട് ചാർട്ടിൽ നിന്ന് നമുക്ക് കംപ്ലീഷൻ ടൈമും വെയിറ്റിംഗ് ടൈമും കിട്ടും. അറൈവൽ ടൈം തന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ദ വെയിറ്റിംഗ് ടൈം ഓഫ് പ്രോസസ് ഈസ് ഓൺ ദ ഗാണ്ട് ചാർട്ടിൽ നിന്നും വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വാല്യൂ ആണ് വെയിറ്റിംഗ് ടൈം, റൈറ്റ് സൈഡ് ഓഫ് ദ വാല്യൂ ആണ് കംപ്ലീഷൻ ടൈം. ഓക്കെ, അറൈവൽ ടൈം തന്നിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു യൂസ് ദിസ് ഫോർമുല. എൻ്റെ സജഷൻ ഞാൻ പറയുന്നത്, ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എല്ലാ പ്രോസസ്സിൻ്റെ കംപ്ലീഷൻ ടൈം നമുക്ക് എന്ത് കിട്ടും? ഗാണ്ട് ചാർട്ടിൽ തന്നെ കിട്ടും അല്ലേ. കംപ്ലീഷൻ ടൈം നോക്കാമോ? ഇവിടെ കംപ്ലീഷൻ ടൈം ഓഫ് ബേസ്റ്റ് ടൈം ഞാനെല്ലാം റെപ്രസെൻറ്റ് ചെയ്തു. 6, 8, 7, 3. കംപ്ലീഷൻ ടൈം ഓഫ് P1 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? യെസ്, 9. P2 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? യെസ്, 24. P3 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? യെസ്, 16. ആൻഡ് P4 3.
ഓക്കെ, ഈ ടേൺ അറൗണ്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇസ് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. അറൈവൽ ടൈം ഇസ് 0, സോ ടേൺ അറൗണ്ട് ടൈം ഈസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം. സോ നമുക്ക് എന്ത് കിട്ടി? ഈ സെയിം വാല്യൂവിനെ കിട്ടി. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം നിങ്ങൾ കണ്ടുപിടിക്കും. ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം മീൻസ് turn around time minus burst time, that is 9 minus 6 3, 24 minus 8 16, 16 minus 7 9, 3 minus 3 0. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ തന്നെയാണ് വരുന്നത്, കാരണം അറൈവൽ ടൈം തന്നിട്ടില്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ആണ്. കാരണം P4ൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 0. P1ൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 3. P3യുടെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 9. ദെൻ P2യുടെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 16. കണ്ടോ? അപ്പോൾ നമുക്ക് ടേൺ അറൗണ്ട് ടൈം കിട്ടി, വെയിറ്റിംഗ് ടൈമും കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കാം, ടോട്ടൽ വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം. ഫ്രം ദാറ്റ് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈം. സോ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്നിട്ട് ടോട്ടൽ വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റിംഗ് ടൈം ഓഫ് P1, വെയിറ്റിംഗ് ടൈം ഓഫ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4. നമുക്ക് എത്ര കിട്ടും? 16 പ്ലസ് 3 19 28 വരും അല്ലേ? സോ 28 ഡിവൈഡഡ് ബൈ 4 ഇസ് 7. സിമിലർലി ആവറേജ് ടേൺ അറൗണ്ട് ടൈം സം ഓഫ് പ്രോസസ് P1 P2 P3 P4. സോ 16 പ്ലസ് 3 19, 19 പ്ലസ് 52 വരും അല്ലേ? 52 divided by 4 which is 13. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് SGF അൽഗോരിതം വർക്ക് ചെയ്യണം. ജസ്റ്റ് എന്നാൽ ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിന് ആദ്യം CPU കൊടുക്കും, അതനുസരിച്ചാണ് ബാക്കിയുള്ള പ്രോസസ്സിന്. സോ ദ പ്രോസസ് ഹാവിങ് ഹയസ്റ്റ് ബേസ്റ്റ് ടൈം, the process having the least burst time will get the CPU first, and the process having the highest burst time will get the CPU last. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.